ബാക്കിയുള്ളവരെ കാണുമ്പോൾ ടെൻഷൻ കയറുകയാണെന്ന്. അവളിപ്പോൾ ക്ലാസ്സിൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവളൊരു 4-5 മണിക്കൂറാണ് പഠിക്കണമെങ്കിൽ അപ്പുറത്തെ കൊച്ച് അവൾ രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കുമ്പോഴും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഉറങ്ങാൻ പോകുമ്പോഴും അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ചാടിക്കയറി മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് അങ്ങനെ ടെൻഷൻ വലിച്ച് കയറ്റാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് മെയിനായിട്ടും ടെൻഷൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്ലാസ്സിൽ ഡയറക്ടേഴ്സൊക്കെ വന്നിട്ട് ആദ്യമുള്ളൊരു കുറച്ച് റാങ്കുകാർക്ക് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എന്തായാലും നമുക്ക് പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ ഒരു കോഴ്സ് എടുത്ത് പോയി, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചേർന്നു. പിന്നെ എന്തിനാണ് നമ്മൾ കിട്ടത്തില്ല എന്ന് പറയുന്നവരുടെ സൈഡ് കേൾക്കാൻ നിൽക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞതാണ്, കാരണം ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും വീക്കിലി എക്സാമിന് ചിലപ്പോൾ അത്ര നല്ല മാർക്കൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്ഥാപിക്കും, അയ്യോ ഇനി റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ലേ. റിപ്പീറ്റ് അതായത് റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചവർക്കും ലോങ് ടേം പഠിച്ചവർക്കും ഒക്കെ നല്ല മാർക്കുണ്ട്. അപ്പം നമുക്കൊരു നല്ല രീതിയിൽ ഒരു കുട്ടി ഇട്ടേക്കുക, ആരും ഓൺലൈനിൽ ചേരരുത്. ഓൺലൈനിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പം ഞാൻ പറഞ്ഞതാണ്, കാരണം ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും വീക്കിലി എക്സാമിന് ചിലപ്പോൾ അത്ര നല്ല മാർക്കൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്ഥാപിക്കും, അയ്യോ ഇനി റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ലേ. റിപ്പീറ്റ് അതായത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടെ ടഫായിട്ട് തോന്നുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം ആദ്യമായിട്ട് ബിൽഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നമുക്ക് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ അടുക്ക കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഞാനൊരു വീഡിയോ ആയിട്ട് റിപ്ലൈ തരും. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലാതെ ഇപ്പോൾ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉടനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് എന്തായാലും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കമൻറ്റ് കാണുന്നത്. ആ കമൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം റിപ്ലൈ കൊടുത്തില്ല, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നല്ല പോസിറ്റീവായിട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഇത്തിരി സന്തോഷം തോന്നി. ഞാൻ അന്നേരം അതിനൊക്കെ ലൈക്ക് ചെയ്ത് വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റയിലും ഇന്ന് അങ്ങനത്തെ രീതിയിലൊരു മെസ്സേജ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ അന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ആ ഒരു കമൻറ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ബ്രില്യൻറ്റിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് വീക്ക്ലി എക്സാം ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് തന്നെ ചെന്നവരാണ്. അന്നേരം നമ്മൾ അവിടെ നിന്ന് പൊരുത്തപ്പെട്ട് വരാൻ തന്നെ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്ത് വരാൻ തന്നെ അത്യാവശ്യം സമയമെടുക്കും. ഇപ്പം നിങ്ങളൊരു ലോങ് ടേമോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ എന്തായാലും സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയ മാർക്കൊന്നും കാണത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റിലൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം. ചേച്ചി റിപ്പീറ്റ് ചെയ്താൽ കിട്ടില്ലെന്ന് ഒരുപാട് പേര് പറയുന്നു, എൻ്റെ കോൺഫിഡൻസ് പോകുന്ന പോലെ. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെല്ലാം ടി വിയിൽ ആഡ് വരുന്ന പോലെയാടാ. ഇപ്പോൾ നമ്മൾ ടി വിയിൽ ആഡ് വരുമ്പോൾ എന്തോ ചെയ്യുന്നത്, പരസ്യം വരുമ്പോൾ നമ്മളെന്തോ വേറെ ചാനൽ വെക്കും, പിന്നെ അതിനകത്ത് പരസ്യം വരുമ്പോൾ വീണ്ടും ഈ ചാനൽ വെക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആരും പരസ്യം അങ്ങനെ കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല അത്ര എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു പരസ്യമായിരിക്കണം. പക്ഷെ നമ്മൾ പിന്നെ കുറേ നാളിങ്ങനെ കണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഇത് തന്നെ കാണും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇതും. അതായത് നമ്മളിങ്ങനെ കുറേ പേര് പറയും, നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അയ്യോ ഇതങ്ങനെയാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാം. അപ്പം ഞാൻ പറഞ്ഞതാണ്, കാരണം ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും വീക്കിലി എക്സാമിന് ചിലപ്പോൾ അത്ര നല്ല മാർക്കൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്ഥാപിക്കും, അയ്യോ ഇനി റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ലേ. റിപ്പീറ്റ് അതായത് റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചവർക്കും ലോങ് ടേം പഠിച്ചവർക്കും ഒക്കെ നല്ല മാർക്കുണ്ട്. അപ്പം നമുക്കൊരു നല്ല രീതിയിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എന്തും പറയാൻ എളുപ്പമാണ്. നമ്മളതൊന്ന് കേട്ട് വിട്ടാൽ സീനില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പണിയാവും. ഇതിൻ്റെ ഒരു ഇതൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളെപ്പോഴും ഒരാളെ ഇപ്പം ആ കുട്ടിയുടെ കോൺഫിഡൻസ് പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പറഞ്ഞൊരാൾ നല്ലൊരു ഇൻറ്റൻഷനിൽ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഇൻറ്റൻഷനിൽ പറഞ്ഞാണെങ്കിൽ നമുക്കിങ്ങനെ ആയിരിക്കും പറയാൻ പറ്റുന്നത്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ കിട്ടാതെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ, അതായത് ഏകദേശം അവസാനം എത്തുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് റിപ്പീറ്റേഴ്സിൽ കുറച്ച് പേർക്ക് കിട്ടാതെ പോകുന്നത്. അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു മര്യാദയുണ്ട്. ഇത് വേറെ ഏതോ രീതിയിൽ പറഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് പോകേണ്ട കാര്യമുണ്ടോ? അയ്യോ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കത്തേ ഉള്ളൂ. ഇന്നലെ അതുപോലെ തന്നെ ഞാനൊരു കമൻറ്റ് കണ്ട്, അതായത് ഒരു കുട്ടി ഇട്ടേക്കുക, ആരും ഓൺലൈനിൽ ചേരരുത്. ഓൺലൈനിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി. ഞാൻ ഒരു വർഷം ഓൺലൈനിൽ ചേർന്നാൽ പഠിച്ച് ഞാൻ നന്നായിട്ട് ഉഴപ്പി. എനിക്ക് അവിടെ നിൽക്കുക, അതായത് ബ്രില്യൻറ്റിൽ ഓഫ്ലൈനിലായിരുന്നു ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് 425 മാർക്കോളം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ആയപ്പോൾ പിന്നെ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു. മെൻറ്റർ വിളിച്ചാൽ ഞാൻ ഫോണൊന്നും എടുക്കാതെയായി. ഫുള്ള് ഉഴപ്പി. എൻ്റെ നീറ്റ് സ്കോർ 185 ആണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതവൻ ഓൺലൈനിൽ ചേർന്നതിൻ്റെ പ്രശ്നമാണോ? ആ കുട്ടിയുടെ തന്നെ പ്രശ്നം കൊണ്ടല്ലേ.
അവൻ ഉഴപ്പിപ്പോയതുകൊണ്ട് അവന് കിട്ടിയില്ല. അതിനിങ്ങനെയാണോ വന്ന് പറയേണ്ടത്? ഓൺലൈൻ ആരും എടുക്കരുത്, ആർക്കും കിട്ടത്തില്ല, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഏട്ടാ, ഓൺലൈൻ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം, ഉഴപ്പിപ്പോവാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ, അങ്ങനെയല്ലേ പറയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ആളുകൾ പറയുന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രീതിയിൽ ഫീൽ ആവുന്നത് കേട്ടോ. അപ്പോൾ എടാ, റിപ്പീറ്റ് ചെയ്താൽ കിട്ടില്ല അങ്ങനൊന്നുമില്ല. റിപ്പീറ്റ് ചെയ്താൽ കിട്ടാത്തവരുണ്ട്, റിപ്പീറ്റ് ചെയ്താൽ കിട്ടാത്തവരുണ്ട്, സൂപ്പർ റിപ്പീറ്റ് ചെയ്താൽ കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റോ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഒന്നും അല്ല അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് കിട്ടാതെ പോകുന്നുണ്ട്. എക്സാം സമയത്ത് ചിലപ്പോൾ ടെൻഷൻ കൂടുതലായതുകൊണ്ട് കിട്ടാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ എക്സാം സമയത്ത് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണം കിട്ടാതെ പോകുന്നവരുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ അത്ര ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കിട്ടാതാവുന്നതുണ്ട്. അല്ലാതെ റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ല, റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ല അങ്ങനെയൊന്നുമില്ല. റെസിഡൻഷ്യൽ ബാച്ചിൽ കൊണ്ട് തന്നെ എഴുതിയെടുക്കുന്ന എത്രയോ പിള്ളേരുണ്ടടാ, അല്ലെങ്കിൽ ലോങ് ടേം കൊണ്ട് തന്നെ എഴുതിയെടുക്കുന്ന പിള്ളേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഭൂരിഭാഗം റിപ്പീറ്റേഴ്സിന് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ ഏകദേശം അവസാനമാവും. കാരണം നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇത് നോക്കിയാണോ പഠിക്കേണ്ടത്, ഈ ബുക്ക് എടുത്താണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇത്രയും പഠിക്കണോ, ഇത്ര ഔട്ട് കാര്യങ്ങൾ പഠിക്കണോ, അങ്ങനത്തെ ഒരു ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആയിരിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ്, നമ്മുടെ ബോർഡ് എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതിൽ നിന്ന് ഈ ഫുൾ ഒബ്ജക്റ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പറ്റൂലടാ, നമ്മൾ ലൈൻ ബൈ ലൈൻ വായിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാർക്ക് കുറയുന്നതായിരിക്കാം. പിന്നെ നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അവർക്കിപ്പോൾ എന്തായാലും ആദ്യത്തെ 10 റാങ്ക് അവർക്ക് തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. എന്നിട്ട് അവർ അത്യാവശ്യം ഔട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും. എക്സാമിനും കുറേ അധികം ഔട്ട് ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് പോകരുതല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടെ ടഫായിട്ട് തോന്നുന്നത്. എടാ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം ആദ്യമായിട്ട് ബിൽഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, നമുക്ക് കിട്ടത്തില്ല, അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോയില്ലേടാ. നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ ശ്രമിക്കുക. ഇപ്പം നമ്മൾ എന്തായാലും ആദ്യമായിട്ടൊരു കാര്യത്തിന്, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പം ആദ്യത്തെ ദിവസം തന്നെ വണ്ടി ഓടിക്കാൻ പോയി ഫുള്ള് വണ്ടി ഓടിച്ച് ഞാൻ ഒരു പ്രോ റൈഡർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇന്നത്തെ രീതിയിൽ ഇപ്പം എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളായിട്ട് തന്നെ പഠിക്കത്തുള്ളടാ. ഇപ്പം തന്നെയും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എല്ലാ ടെക്സ്റ്റിൻ്റെ ആ ഒരു സൈഡ് മുതൽ ഈ ഒരു സൈഡ് വരെ വായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വായിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് സ്വന്തമായിട്ട് അതൊന്ന് കത്തത്തുള്ളൂ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു ഗൈഡൻസ് തരാനേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനായാലും വേറെ ആരായാലും നമുക്ക് അത് അത്ര മുതൽ ഇത്ര വരെ പഠിക്കണം എന്നൊരു ഗൈഡൻസ് തരാനേ പറ്റത്തുള്ളൂ. നമ്മൾ കുറേയൊക്കെ തെറ്റിച്ച് ആ ഒരു ട്രാക്കിലോട്ട് വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ചെവി കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പോവുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വല്ലാത്ത രീതിയിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ അവരെ കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനവും ഇല്ല. ഈ പറയുന്നവരിപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് മേടിച്ച് തരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈനയിലോ അല്ലെങ്കിൽ റഷ്യയിലോ പോകാനായിട്ട് പൈസ ഒന്ന് സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് അങ്ങനെ തന്നെ കുറേ ടീംസ് ഉണ്ടടാ. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പോകുന്നവരെ എല്ലാം പറഞ്ഞ് മുടക്കി അങ്ങനെ ഇതാക്കാനായിട്ടുള്ള തന്നെ ഒരു പറ്റ ആളുകളുണ്ട്. അപ്പോൾ അവരെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫിൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ കാര്യത്തിൽ പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് നടന്നിട്ടുണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നത്? ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നവർ ഇപ്പം നമ്മൾ എന്തായാലും നമുക്ക് പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ ഒരു കോഴ്സ് എടുത്ത് പോയി, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചേർന്നു, പിന്നെ എന്തിനാ നമ്മൾ കിട്ടത്തില്ല എന്ന് പറയുന്നവരുടെ സൈഡ് കേൾക്കാൻ നിൽക്കുന്നത്? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്നവരുടെ മാത്രം കേൾക്കാൻ ശ്രദ്ധിക്കുക, അതിന് മാത്രം ചെവി കൊടുക്കുക. നമ്മൾ എന്തായാലും പോയി, നമുക്കിനിപ്പോൾ എന്തായാലും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ കോഴ്സ് നിർത്തി ഇങ്ങ് വരാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എന്തായാലും പോയി എന്നാൽ പിന്നെ കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോകാനല്ലേ പറ്റത്തുള്ളൂ. പരമാവധി നമുക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ ശ്രമിക്കുക, ഇങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ എത്രത്തോളം ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്നവർക്കും ഇപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ നമ്മളെക്കാട്ടിലും മാർക്ക് കൂടുതലുണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ടെൻഷൻ കയറുകയാണെന്ന്. അവളിപ്പോൾ ക്ലാസ്സിൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവളൊരു 4-5 മണിക്കൂറാണ് പഠിക്കണമെങ്കിൽ അപ്പുറത്തെ കൊച്ച് അവൾ രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കുമ്പോഴും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഉറങ്ങാൻ പോകുമ്പോഴും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ എഫേർട്ട് ഇടണോ? അങ്ങനത്തെ ഉള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ആവുക, ടെൻഷൻ ആവുക. അയ്യോ, അവർക്ക് അത്രയും പഠിക്കുന്നുണ്ട്, അപ്പോൾ അത്രയൊക്കെ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും പഠിക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യം വേറൊരു കൊച്ച് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാം, വേറൊരു കൊച്ച് ചിലപ്പോൾ 4 മണിക്കൂർ കൊണ്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഒരാൾ പഠിക്കുന്ന ടൈം ഡ്യൂറേഷൻ, നമ്മൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ, അതായത് നമ്മൾ ഉഴപ്പുന്ന സാഹചര്യത്തിൽ മാത്രം അവരങ്ങനെ പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു പണിയും ചെയ്യാതെ ഉഴപ്പിയിരിക്കുന്ന സമയത്ത് വാക്കുവെച്ച് അത്രയും മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നാൽ മാത്രം അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എടുത്താൽ മതി. അല്ലാതെ നമ്മളെ ഇങ്ങനത്തെ രീതിയിൽ അങ്ങ് കമ്പയർ ചെയ്യണ്ട.
മനസ്സിലായോ? ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം, നിനക്കിപ്പോൾ നീ ഒരു 6 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നുണ്ട്, 6 മണിക്കൂർ കൊണ്ട് നീ പഠിച്ച് തീരുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം എക്സാമിന് നല്ല രീതിയിൽ മാർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ ഇത്രയും സമയം പഠിച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് കുറയുന്നുണ്ട്, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ മാത്രമാവും നമ്മൾ ഇത്രയും പഠിച്ചാൽ പോലെ, ഇത്തിരി കൂടെ പഠിക്കണം എന്നൊരു തോട്ട് വന്നാൽ മതി. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ മാർക്സും അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകണ്ട. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് വീക്ക്ലി എക്സാം ആയിരുന്നു, നിങ്ങൾക്കിപ്പം റിസൾട്ടൊക്കെ തന്നിട്ടുണ്ടാവും. ചില ഇൻ കേസ് ഇനിയിപ്പം ഇത്തിരി മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ അയ്യോ എനിക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടത്തില്ല, അങ്ങനെ ഒന്നും ചിന്തിച്ച് തല പോയിക്കാൻ നിൽക്കണ്ട. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ്ങിന് പോയേക്കുന്നതാണ്. അപ്പോൾ ഗ്രാജുവലി ഇതൊക്കെ ശരിയാവത്തുള്ളൂ. നമ്മൾ അത്യാവശ്യം ഒത്തിരി എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ആയാലും കാര്യങ്ങളായാലും എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ചാടിക്കയറി മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് അങ്ങനെ ടെൻഷൻ വലിച്ച് കയറ്റാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് മെയിനായിട്ടും ടെൻഷൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്ലാസ്സിൽ ഡയറക്ടേഴ്സൊക്കെ വന്നിട്ട് ആദ്യമുള്ളൊരു കുറച്ച് റാങ്കുകാർക്ക് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു രീതിയിലൊരു ഡിപ്രഷൻ വരും. എന്തായാലും നിങ്ങളിൽ ഭൂരിഭാഗം പേര് 92% അല്ലെങ്കിൽ 97% എബോവ് മേടിച്ച് ഓരോ സ്കൂളിലെയും താരങ്ങളായിരിക്കും. അങ്ങനെ പല പല സ്കൂളിലെ താരങ്ങളാണല്ലോ അവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്കൂളിൽ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അവിടെ ചെന്ന് ഒന്നും അല്ലാതാകുമ്പം ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, എങ്ങനെയെങ്കിലും ആ ഒരു ലെവലിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒന്നുമല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്ന പോർഷൻസ് അത്യാവശ്യമെങ്കിലും കവർ ചെയ്ത് പോകുക എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അത്രയും മതിയടാ. നമ്മളിപ്പം വലിയ രീതിയിൽ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക, അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്ത് പോകാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക. അത് നമുക്ക് ഗ്രാജുവലി ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ മാർക്ക് സ്കോർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഗ്രാജുവലി അങ്ങ് ശരിയാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതായത് അത്യാവശ്യം പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അത്രയും മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ഇടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നും ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ മറ്റേ ആൾ ഇത്രയും നേരം കൊണ്ട് കിടന്നുറങ്ങി എന്നിട്ട് അവൾക്ക് എന്നെക്കാട്ടി മാർക്കുണ്ട്, അങ്ങനത്തെ രീതിയിലൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അതായത് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടുന്നതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ വീക്കാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് ഇട്ടാണ് ഈ എക്സാമിന് പഠിക്കുന്നതെങ്കിലും ചിലപ്പോൾ എക്സാം ടഫാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് എന്തായാലും ഫൈനൽ എക്സാം വരെ ഒരു വർഷത്തെ സമയമുണ്ട് അല്ലെങ്കിൽ 10 മാസത്തെ സമയമുണ്ട്. നമ്മളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ മുന്നോട്ട് പോകുക. അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും വലിച്ചു കയറ്റി തലയിൽ വെക്കാൻ നിൽക്കേണ്ട. ആരെയും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനും പോകണ്ട. നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതിനുള്ള ആ ഒരു ഔട്ട്കം എന്തായാലും നമുക്ക് നീറ്റ് എക്സാമിന് കിട്ടും. അന്നേരം ദൈവത്തെയൊക്കെ വിശ്വസിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഈ നാട്ടുകാരും വീട്ടുകാരും പറയുന്ന ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും നമ്മൾ എന്തായാലും പോയി. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് വരാനും പറ്റൂല. എന്തായാലും നമുക്ക് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് തന്നെ അങ്ങ് പഠിക്കുക. അപ്പോൾ അത്ര ഉള്ളടാ. ശരി, ടാറ്റാ.